ഗൈസ്, നമുക്ക് വേണ്ട എക്സ്ട്രാ ഫയൽ ഓപ്പൺ ചെയ്യേണ്ട മറ്റൊരു ഓപ്ഷനാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. നമുക്ക് XREF എന്നുള്ള കമാൻഡ് അടിക്കുമ്പോൾ എക്സ്റഫ് എന്ന് പറഞ്ഞ കമാൻഡ് വരും, അത് എൻ്റർ അടിക്കുക. അപ്പോൾ എക്സ്റഫിൻ്റെ ഒരു ബോക്സ് വരും, ഡയലോഗ് ബോക്സ് വരും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ അറ്റാച്ച് ഡ്രോയിങ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം. അത് പ്രസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട എക്സ്ട്രാ ഫയൽ കൊണ്ടുവരാം. ഓക്കെ, ഓപ്പൺ കൊടുക്കുമ്പോൾ നേരത്തെ പോലെ വരും. ഓക്കെ കൊടുത്താൽ ഇത് ക്ലോസ് ചെയ്യാം. എക്സ്ട്രാ ഫയൽ ഇതാണ്ട് വരുന്നുണ്ട്. ഇതിനെക്കാട്ടി ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ XA എൻ്റർ. അപ്പോഴത്തേക്ക് നമ്മുടെ ആർക്കിടെക്ചറിൽ എക്സ്ട്രാ ഫയൽ വരുന്നുണ്ട്. സെലക്ട് റെഫറൻസ് ഫയൽ ഉണ്ടോ, അതാണ് XA എൻ്ററിൻ്റെ മീനിങ്. അത് നമുക്ക് ഓപ്പൺ കൊടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഈസി മാർഗം. സ്പെസിഫൈ ഓൺ സ്ക്രീന് ഓക്കെ കൊടുക്കുക, ചെക്ക് ചെയ്യുക. ഓക്കെ, ഒന്നുകൂടെ XA എൻ്റർ, ആർക്കിടെക്ചറൽ ഫയൽ സെലക്ട് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക, സ്പെസിഫൈ ഓൺ സ്ക്രീന് അൺചെക്ക് ചെയ്യുക. ഓക്കെ, കണ്ട ഇപ്പോൾ കറക്റ്റ് 000 തന്നെയാണ് നമ്മുടെ എക്സ്ട്രാ ഫയൽ വന്ന് കിടക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇൻസർട്ടിൽ പോയിട്ട് നമ്മൾ അറ്റാച്ച് കൊടുക്കുകയാണെങ്കിൽ അപ്പോഴും സെലക്ട് റെഫറൻസ് ഫയൽ വരും. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും ഫോർമാറ്റിലുള്ള ഏത് ഫയൽസും നമുക്ക് അറ്റാച്ച് ചെയ്യാമെന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. ഓൾ ഇമേജ് ഫയൽസ്, പിന്നെ DGN ഫയൽസ്, PDF ഫയൽസ്, നാവിസ് വർക്ക് ഫയൽസ്, നമുക്ക് വേണ്ട റെഫറൻസ് ഫയൽ എന്ന് പറയുമ്പോൾ ഡ്രോയിങ് ആണല്ലോ. അപ്പോൾ ഡ്രോയിങ്ങിൽ തന്നെ അത് കിടക്കണമെന്നില്ല. നമുക്ക് ഏത് ഫയൽ ടൈപ്പ് വേണോ ഈ അറ്റാച്ച് വെച്ച് സെലക്ട് റെഫറൻസ് ഫയൽ കൊണ്ട് ഇൻസർട്ട് ചെയ്യാൻ പറ്റും. XA എൻ്റർ കൊടുക്കുമ്പോൾ അത് കറക്റ്റ് നേരത്തെ പ്രീഡിഫൈൻഡ് ആയിട്ട് കിടക്കുന്ന പോലെ .dwg ഫയൽ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതാണ് അതിൻ്റെ ഒരു മെയിൻ കാര്യം. അതുകൊണ്ട് പെട്ടെന്ന് എക്സ്ട്രാ ഫയൽ ആർക്കിടെക്ചറൽ ഫയൽ അറ്റാച്ച് ആവണമെങ്കിൽ XA എൻ്റർ ഓപ്ഷൻ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. താങ്ക് യു.